ഓണായിട്ട് വീട് മുഴുവൻ ക്ലീൻ ആക്കിയില്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. പക്ഷേ അതൊരു ഹെവി ടാസ്ക്കാണ്. ക്ലീനിങ് ഒരു ഈസി ടാസ്ക് ആക്കാൻ ഞാൻ വിളിച്ചതാണ് ക്ലീൻ വർക്സിനെ. വന്ന ഉടനെ തന്നെ ഓരോ റൂമിലായിട്ട് അവരവരുടെ വർക്ക് തുടങ്ങി കേട്ടോ. ഡെയിലി ക്ലീൻ ചെയ്യാൻ നമ്മുടെ വീട്ടിൽ ഇത്രയും ഡസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ക്ലീനിങ്ങിനെ കുറിച്ചുള്ള എൻ്റെ കോൺസെപ്റ്റ് തന്നെ തെറ്റായിരുന്നു ഇവരുടെ വർക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കസേര, ക്ലോക്ക്, ബൾബ്, ട്യൂബ് ലൈറ്റ്സ്, സ്വിച്ച് ബോർഡ്സ്, കബോർഡ്സ്, അലമാരയുടെ ബാക്ക് സൈഡ്, ഫ്രിഡ്ജ്, വിൻഡോസ് തുടങ്ങി നമ്മുടെ കണ്ണെത്താത്തടുത്ത പല സ്ഥലത്തും ഇവരുടെ കൈ എത്തി നല്ല ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്തു കേട്ടോ. ബാൽക്കണി ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറില്ലാത്തതുകൊണ്ട് തന്നെ പായൽ പിടിച്ച് മൊത്തം നശിച്ച് കിടക്കുമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇവർ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ. വീടിന്റെ ബാൽക്കണി ക്ലീൻ ആയപ്പോൾ തന്നെ വീട് മൊത്തത്തിലൊന്ന് സെറ്റ് ആയിട്ടോ. വിൻഡോസിന്റെ അകം മാത്രമല്ല പുറം പോർഷനും പോലും റിസ്ക് എടുത്ത് ക്ലീൻ. ബാത്റൂം ഒക്കെ ഫുൾ ഷാംപൂ വാഷ് ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തന്നു കേട്ടോ. കിച്ചണിലെ കബോർഡുകളെല്ലാം തടി കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് അത് പെട്ടെന്ന് അഴുക്ക് പിടിക്കുക, അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. പക്ഷേ ഇവരിത് ഭയങ്കര ഈസി ആയിട്ടും സൂപ്പറായിട്ടും ക്ലീൻ ചെയ്തു കേട്ടോ. അതേപോലെ കബോർഡിന് ഉള്ളിൽ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം പുറത്തെടുത്ത് കബോർഡിൻ്റെ ഉൾഭാഗം വളരെ വൃത്തിയായി ക്ലീൻ ചെയ്ത് എല്ലാ പാത്രങ്ങളും ഒന്നൊന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി അകത്ത് കയറ്റി. ഗ്യാസ് സ്റ്റൗവും സിങ്കും പൈപ്പും ക്ലീൻ ചെയ്ത് പുതിയതുപോലെ ആക്കി. എന്നെ സർപ്രൈസ് ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ലേറ്റ് ആയാലും വർക്കിൻ്റെ കാര്യത്തിൽ അവരുടെ പെർഫെക്ഷൻ അതിനവർ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. ഫൈനലി അവർ നമ്മുടെ ഫ്ലോർ എല്ലാം കഴുകി പുത്തൻ പുതിയതുപോലെ നമ്മുടെ ബെഡും ഫർണിച്ചറും എല്ലാം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് നമ്മുടെ കാർപ്പറ്റ്സും ക്ലീൻ ചെയ്ത് റൂം ഫുള്ളും റൂം ഫ്രഷനും സ്പ്രേ ചെയ്ത് ഇവർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത്. ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ക്യാപ്ഷനും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്.